മനുഷ്യനിവിടെ പണിയെടുത്ത് മതിയായി. എന്തു പറഞ്ഞിട്ടൊരു കാര്യം? ഒരു ഭർത്താവും 3 മക്കളും ഉണ്ട്. എന്തെങ്കിലും ഗുണമുണ്ടാ? ഒരു മൂത്തൊരുത്തിയുണ്ട്. എൻ്റെ പൊന്നോ, ഏതു നേരം ആ ഫോണിൽ കയറിയിരുന്ന ഫോണിൽ തന്നെ. എന്നെ ഒന്ന് സഹായിക്കാൻ ഒരു പട്ടിയുമില്ല ഈ വീട്ടില്. ജോർജേട്ടാ ഇവിടെ പോയി ചത്തു കിടക്കണം ഇങ്ങേര്. എന്താ സാറാമ്മ, എന്താ ഇങ്ങനെ കിടന്ന് വിളിച്ചു കൂവണേ? മനുഷ്യ, നിങ്ങളോട് ഞാനൊരു കാര്യം പറയാം. ഈ വീട്ടിൽ കിടന്ന് പണിയെടുത്ത് ചാകാൻ വേണ്ടിയിട്ടല്ല എൻ്റെ അപ്പനും അമ്മയും തനിക്ക് താൻ ചോദിച്ച ശ്രീധരൻ തന്ന് എന്നെ ഇങ്ങോട്ട് കെട്ടിച്ചു വിട്ടത്. നിങ്ങളോട് ഞാൻ ഇപ്പോഴേ ഒരു കാര്യം പറഞ്ഞേക്കാം. മര്യാദക്ക് ഇവിടെ ഒരു വീട്ടുവേലക്കാരിനെ വെച്ചോ, അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും. ഇവിടെ ഒരു പണി ഞാൻ ചെയ്യില്ല. എന്താന്ന് വെച്ചാൽ തന്നെത്താനെ ഉണ്ടാക്കിയോ മേടിച്ചോ എങ്ങനെയെങ്കിലും കഴിച്ചോളണം. നമുക്ക് നോക്കാം സാറാമ്മേ. വേലക്കാരികൾക്കൊക്കെ ഇപ്പൊ എന്താ ഡിമാൻഡ് എന്നറിയോ? അതാ പിന്നെ ഞാൻ പൈസയും വേണ്ടേ കൊടുക്കാൻ. എനിക്കതൊന്നും അറിയണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. നീ രക്ഷപ്പെട്ടല്ലോ. അതേ പുതിയ വേലക്കാരി വന്നല്ല. അതെ, എനിക്ക് കുറച്ച് ഡിമാൻഡുകളുണ്ട് കേട്ടോ. പകല് മാത്രം പരിപാടികൾ നടക്കുള്ളൂ. എന്തു പരിപാടി? പാചകം. പിന്നെ 2 മണിക്കൂറേ എനിക്ക് പണിയെടുക്കാൻ പറ്റുള്ളൂ. 2 മണിക്കൂർ പണിയെടുക്കണേന് മാസം 2000 രൂപ തരണം. 2000 രൂപയോ? അതെ, 2000 രൂപ. അതും എനിക്ക് മാസം ആദ്യം തന്നെ കിട്ടണം. 1-ാം തീയതി തന്നെ എനിക്ക് കിട്ടിയിരിക്കണം. അതിനിവിടെ 1000 ഒന്നും എടുക്കാനില്ല. 1000 തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. 2 500 നോട്ടാണെങ്കിലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഇതിനൊക്കെ എഗ്രിമെന്റ് എഴുതി തരണോ? എഗ്രിമെന്റ് ഒന്നും എഴുതണമെന്നില്ല. സാറ് വേണമെങ്കിൽ ഒന്ന് റേപ്പ് ചെയ്ത് വെച്ചോ. മനുഷ്യ, നിങ്ങൾ ഇങ്ങനെ വന്നേ. ഇനി റേപ്പ് ചെയ്യണമെന്നായിരിക്കില്ല, അവള് ടേപ്പ് ചെയ്യണമെന്നായിരിക്കും ഉദ്ദേശിച്ചത്. ഞാൻ ഇവിടുത്തെ അടുക്കളയൊക്കെ കാണട്ടെ. വേണ്ടി വരുമെന്ന് തോന്നണില്ല. ഈ മുമ്പത്തെ വാതിലിൽ കൂടെ ഇറങ്ങി പോവാൻ വേണ്ടിട്ട് എന്തെങ്കിലും തരണോ?